കണ്ണും തള്ളി തന്നെ നോക്കി നിൽക്കുന്ന മുത്തുവിനെ ഒരു വളിച്ച ചിരിയും പാസാക്കി ജാനു പൂജാമുറിയിലേക്ക് പാഞ്ഞു. അപ്പു ഏൽപ്പിച്ച സിന്ദൂരം കണ്ണൻ്റെ വിഗ്രഹത്തിന് മുന്നിലായി വെച്ച് നിവർന്നു. ഒരു നിമിഷം മിഴികൾ അടച്ചുള്ളാലെ നന്ദി അറിയിച്ചവൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തിയതിൽ. മുറിയിലേക്ക് കയറി ആദ്യം ഉള്ളിൽ സന്തോഷം നിറഞ്ഞു. അവളെ കാണുമ്പോൾ ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് നോവിക്കേണ്ടി വന്നേനെ. അത് ഒഴിവാക്കാനാണ് അവളെ കാണാൻ ആഗ്രഹമുണ്ടായിട്ടും കാണാതെ പോകാൻ ശ്രമിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായി അവൾ വീഴാൻ പോയപ്പോൾ ശ്വാസം നിലച്ചു പോയ പോലെ ആയിരുന്നു. അവളെ എൻ്റെ കൈക്കുള്ളിൽ എൻ്റെ നെഞ്ചോട് ചേർന്ന് കിട്ടിയപ്പോഴാണ് ജീവൻ തിരികെ കിട്ടിയത് തന്നെ. അധികം വൈകാതെ തന്നെ എല്ലാം ഞാൻ അവസാനിപ്പിക്കും പെണ്ണെ. ഒരുപാട് നാളൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. കൂട്ടത്തിൽ നിന്നും ചിരിച്ചുകൊണ്ട് കഴുത്തെറുക്കാൻ നോക്കുന്ന ചെന്നായെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനിയൊന്നും നോക്കാനില്ല പെണ്ണെ. ജീവിക്കണം എനിക്ക് നിന്നോടൊപ്പം, എൻ്റെ പ്രണയത്തോടൊപ്പം. സർ, അപ്പുവിൻ്റെ പതിഞ്ഞ ശബ്ദമാണ് അവനെ തിരികെ കൊണ്ടുവന്നത്. എന്താടോ? സുരേഷ് സാറ് താഴേക്ക് വരാൻ പറഞ്ഞു. ഓക്കെ, താൻ പൊക്കോ. ഉള്ളിൽ പൊന്തി വരുന്ന ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഓക്കെ സർ. കിച്ചണിൽ പതുങ്ങി പരതി നിൽക്കുവാണ് ജാനു. അത് കാണി ബാക്കിയുള്ളവർക്ക് ചിരി പൊട്ടി. മോളെ, ഐഷുവിൻ്റെ വിളി കേൾക്കെ ജാനു വിടർന്ന കണ്ണുകളോട് അവളെ നോക്കി. എന്തിങ്ങനെ നോക്കുന്നേ? എന്നോട് ദേഷ്യല്ലേ? വിറച്ചുകൊണ്ട് അവളുടെ ചോദ്യം. എന്തിനാ മോളെ, അമ്മയ്ക്ക് മോളോട് എന്തിനാ ദേഷ്യം? ചിരിയോടെ ഐഷു പറയവേ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ജാനു അവരെ പുണർന്നിരുന്നു. മുത്തുവും ആരുവും ലക്കിയും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് അവർക്കടിയിലേക്ക് വന്നു. അമ്മയ്ക്ക് മോളോട് ദേഷ്യമൊന്നും ഇല്ലാട്ടോ, പിന്നെ നിന്നെ ആലോചിച്ചൊരു കുഞ്ഞു സങ്കടം. ഐഷ പറയുമ്പോൾ സംശയത്തോടെ എല്ലാവരും അവളെ നോക്കി. അല്ല, അത് പിന്നെ എൻ്റെ മോനായോണ്ട് പറയല്ല. ദേഷ്യം കയറിയ തനി രാവണനാണവൻ. അല്ലെങ്കിൽ തന്നെ അവന് ദേഷ്യമില്ലാത്ത നേരവും ഇല്ലല്ലോ. അപ്പോൾ അവനപ്പോൾ മോളെ പോലൊരു പാവം പെണ്ണിന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അത് കേൾക്കെ ജാനൊഴികെ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഇവളോ പാവോ? ഓ, എനിക്കിനി ചിരിക്കാൻ വയ്യേ. ഇതുപോലൊരു പാവം പെൺകുട്ടി രാജ്യത്ത് വേറെ കാണില്ല. ചിരിച്ചുകൊണ്ട് വയറ് പൊത്തിപ്പിടിച്ച് ലക്കി പറഞ്ഞപ്പോൾ അവനെ നോക്കി ചുണ്ടൊന്ന് കൊട്ടി ജാനു. എന്നിട്ട് തന്നെ നോക്കി നിൽക്കുന്ന ഐഷുവിനെ നോക്കി ഇളിച്ച് കാണിച്ചു. പോ കുഞ്ഞേട്ടാ, എൻ്റെ വലിയേട്ടത്തെ കളിയാക്കണ്ടാട്ടോ. ലക്കിയെ നോക്കി കണ്ണുരുട്ടി ആരു. നാത്തു. അത് വിളിച്ചുകൊണ്ട് ജാനു ആരുവിനെ കെട്ടിപ്പിടിച്ചു. തിരികെ ചിരിയോട് ആരുവും. അത് കണ്ട് അസൂയ തോന്നിയ ലക്കി ജാനുവിനെ പിടിച്ചു വലിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട്, ഇവളെ എൻ്റെ അനിയത്തിയാണ്. ഒന്ന് പോടാ ചെക്ക, ഇവളെ എൻ്റെ കൊച്ചുമോള, എൻ്റെ രാവണൻ കുട്ടിയുടെ പാതി. ജാനുവിനെ നോക്കി മുത്തു പറഞ്ഞു. എല്ലാവരുടെയും സ്നേഹം കണ്ടപ്പോൾ ഒരു വേള ജാനുവിൻ്റെ കണ്ണ് നിറഞ്ഞു. അവളുടെ മനസ്സിലേക്ക് അഞ്ജുവിൻ്റെ മുഖം കടന്നു വന്നു. അച്ഛയും അമ്മയും മരിച്ചതിനു ശേഷം തളർന്നു പോയ തന്നെ ചേർത്ത് പിടിച്ചത് അവളുടെ കുഞ്ഞി കരങ്ങളാണ്. അപ്പയോടോ എപ്പോഴോ തനിക്ക് വേണ്ടിയായിരുന്നു അവൾ സംസാരിച്ചിരുന്നത്. അവളുടെ അമ്മ എന്നതിനേക്കാൾ തനിക്കൊപ്പം എപ്പോഴും അപ്പച്ചിയായോ അമ്മയായോ ഉണ്ടാവണമെന്ന് അവൾക്ക് വാശിയായിരുന്നു ഇന്നേ വരെ. എനിക്കെന്ന് പറഞ്ഞ് ഞാനും അവളും ചോദിച്ചിട്ടില്ല. എല്ലാത്തിനും ഞങ്ങൾക്കെന്നായിരുന്നു. തനിക്ക് വേണ്ടിയാണ് ഇഷ്ടമല്ലാഞ്ഞിട്ട് പോലും ജോലിക്ക് കയറിയത്. ഹോസ്റ്റലിൽ നിൽക്കുന്നത് കളിയായിരുന്നിട്ടും തന്നെ ഒറ്റയ്ക്ക് നിർത്താൻ അവൾക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അപ്പയോട് വഴക്കിട്ട് കാറി പൊളിച്ച് തനിക്കൊപ്പം വന്നത്. എല്ലാ വയ്യാവേലിയും ഒപ്പിക്കുമെങ്കിലും തൻ്റെ കണ്ണ് നിറഞ്ഞ അവൾക്ക് സഹിക്കില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് അവളെ ആര് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ എന്നെ ആരേലെന്തേലും പറഞ്ഞ അസൽ ഭദ്രകാളിയാകും അവള്. അഞ്ജു, എൻ്റെ മാത്രം അഞ്ജുമ്മ. മോളെ. മുത്തുവിൻ്റെ വിളിയാണ് അവളുടെ ചിന്തകൾക്ക് കടിഞ്ഞാണിട്ടത്. എന്തെന്ന രീതിയിൽ അവളെ നോക്കി. അപ്പോഴേക്കും എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയവർ കാണുന്നത് കിച്ചൺ വാതിൽ നിന്ന് എല്ലാവരെയും തുറിച്ചു നോക്കുന്ന റാണിയെയാണ്. എല്ലാവരും ഇപ്പോൾ കോൺഫറൻസ് ഹാളിലെത്തണം, സുരേഷ് ഏട്ടന് വിളിക്കുന്നുണ്ട്. തുറിച്ചു നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു നിർത്തി. ഒന്ന് പോടി, പുച്ഛിച്ച് തള്ളി മുത്തു. ബാക്കിയുള്ളവരൊന്നും മിണ്ടാതെ നിന്നു. ഒന്നുകൂടെ രൂക്ഷമായി അവരെ നോക്കി ജാനുവിനോടായി. നീ അധികകാലം ഇവിടെ കാണില്ലടി. സഹതാപം കൊണ്ട് നിന്നെ അവൻ കെട്ടിയെന്ന് കരുതി ആജീവനാന്തം നിന്നെ അവൻ്റെ റാണിയാക്കില്ലടി. എൻ്റെ സുരേഷ് ഏട്ടൻ കാണുന്നുണ്ട് നിന്നെ. ഏട്ടനില്ലാത്തോണ്ട് ഈ വിവാഹം നടന്നു. കോലികാലം. റാണി പറഞ്ഞു നിർത്തി. ജാനുവിനുള്ളിൽ കുഴഞ്ഞ സങ്കടം തോന്നിയെങ്കിലും തലേ ദിവസം മുത്ത് പറഞ്ഞത് ഓർമ്മ വന്ന് അവളുടെ അവർ നോക്കി പുച്ഛിച്ച് മുഖം തിരിച്ചു. എടി, അലറിക്കൊണ്ട് റാണി അവൾക്ക് അടുത്തേക്ക് പാഞ്ഞു. എന്നാൽ നിക്കടി പുല്ലി അവിടെ.
റാണിക്ക് നേരെ ചീറിക്കൊണ്ട് മുത്തു ജാനുവിൻ്റെ മുന്നിൽ നിന്നു. നീ ബാക്കിയുള്ളവരെ ഭരിക്കുന്ന പോലെ എന്നോട് വന്നോ? അടിച്ച് കാരണം പൊളിക്കും ഞാൻ. നീ ആരാന്നാടി നിന്റെ വിചാരം? ഇപ്പം നിന്റെ കെട്ടിയോന് വളം വെക്കുന്നത് എൻ്റെ പടുവാഴ മോനാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ അവന് ഭാര്യയും വേണ്ട, മക്കളെയും വേണ്ട. സുരേഷ് പറയുന്ന എന്തോ അതാണ് അവന് വേദവാക്യം. കെട്ടിയോനും കെട്ടിയോളും അവനെ ചാക്കിട്ട് പിടിച്ചെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ ഭരിക്കാൻ വരണ്ട. പിന്നെ ഇവൾ ജാനകി ആദിദേവ്, ആദ്യ വിവാഹം കഴിച്ചതാണിവളെ. എങ്ങനെയായാലും ഈശ്വര നടയിൽ വെച്ച് അഗ്നിസാക്ഷിയാക്കി വിവാഹം ചെയ്തതാണവർ. അത് നീയല്ല, നിന്റെ മറ്റവൻ വിചാരിച്ചാലും മാറാൻ പോണില്ല. മനസ്സിലായോ? തറപ്പിച്ചുള്ള മുത്തുവിൻ്റെ വാക്കിൽ ഒരു നിമിഷം റാണി ഭയന്നു. ബാക്കിയുള്ളവർ ആരാധനയോടെ മുത്തുവിനെ നോക്കി. ഓ, അപ്പോൾ എല്ലാം കരുതി കൂട്ടിയാണ് എൻ്റെ അമ്മ. പക്ഷേ ഭാഗ്യമില്ല. ആദ്യം ഇവളെ വിവാഹം കഴിച്ചത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, അല്ലാതെ മറ്റൊരു ഫീലിങ്സും അവന് ഇവളോടില്ല. വിജയശ്രീയോടെ റാണി പറഞ്ഞു നിർത്തുമ്പോൾ ആ വാക്കുകൾ എല്ലാവരുടെയും ഉള്ളിലും ചെറുനോവ് പടർത്തി. അവരെയെല്ലാം ഒന്ന് നോക്കി റാണി പുറത്തേക്ക് പോയി. ജാനു ദയനീയമായി മുത്തുവിനെ നോക്കിയപ്പോൾ അരുതെന്ന് തലയാട്ടി അവർ. എല്ലാവരും കോൺഫറൻസ് ഹാളിലെത്തുമ്പോൾ പുറത്തുനിന്ന് മീരയും സായിയും വന്നു. സായി ജാനുവിനെ നോക്കി ചിരിച്ചിട്ട് ആദിക്കടുത്തേക്ക് ഇരുന്നു. സുരേഷിന് റാണിക്കും അത് ഇഷ്ടമായില്ലേലും സായിയെ വല്ലതും പറഞ്ഞാൽ ആദ്യം വെച്ചേക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല. മീര ജാനകിയെ ഒന്ന് നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു. തിരികെ അവളും. ആദിയുടെ മിഴികൾ അനുസരണക്കേട് കാട്ടി ജാനുവിൽ ഉണ്ടായിരുന്നു. എങ്കിലും എങ്ങനെയൊക്കെയോ കൺട്രോൾ ചെയ്തു. എന്ന ജാനുവിൻ്റെ മിഴികൾ ആദിയിൽ തന്നെയായിരുന്നു. കൂടെ രാവിലെ നടന്ന സംഭവങ്ങളും. ആ, എല്ലാവരും വന്നല്ലോ, അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. മുത്തു വലിയ മൈൻഡൊന്നും കാണിക്കാതെ സോഫയിൽ അമർന്നിരുന്നു. അപ്പോഴാണ് സ്റ്റെയർ ഇറങ്ങി അച്ചു വന്നത്. അവളുടെ കണ്ണുകൾ ചുമന്ന് കലങ്ങിയിരുന്നു. ഒരുതരം പകയോടെ അവൾ ജാനകിയെ നോക്കി. റാണിക്കടുത്ത് വന്നിരുന്നു. അവളുടെ കണ്ണുകൾ ആർത്തിയോടെ ആദിയെ ഒഴിഞ്ഞു. ഇത് കണ്ട ജാനകിക്ക് എന്തിനെന്നറിയാതെ ദേഷ്യം വിഷമവും തോന്നി. അവളുടെ കവളിൽ ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. അന്ന് നടന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, റാണിയുടെ അമ്മയുടെ നിർബന്ധം കൊണ്ട് മാത്രം നടന്ന വിവാഹം. പക്ഷേ ആദിക്ക് വിളയെ പോലെ ഒരു വിളിയല്ല വേണ്ടതെന്ന്. ഞങ്ങൾക്ക് അവൻ്റെ ലൈഫ് തന്നെയാണ് പ്രധാനം. ഇതിപ്പോൾ ലീഗൽ അനൗൺസ് ചെയ്തിട്ടില്ലാത്ത സ്ഥിതിക്ക് എളുപ്പം ഇവർക്ക് സെപ്പറേറ്റ് ആകാം. സുരേഷിൻ്റെ വാക്കുകൾ എല്ലാവരിലും ഞെട്ടലുളവാക്കി. ആദ്യ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. അത് മനസ്സിലാക്കിയ സായി അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവനെ വിലക്കി. ജാനു മറ്റൊന്നും പറയാൻ നിൽക്കാതെ മിഴികൾ താഴ്ത്തി. മിസ്റ്റർ വർമ്മ വേദനയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അത് മറ്റാരും കണ്ടില്ലേലും സായി ശ്രദ്ധിച്ചിരുന്നു. പറയും മോനെ ആദി, നിന്റെ ഒരൊറ്റ വാക്കിനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. നിനക്ക് ഈ ബന്ധം ഇഷ്ടമില്ലെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ നീ തന്നെ പറയണം. സുരേഷിൻ്റെ വാക്കുകൾ കേൾക്കി ആദി സായിയെ നോക്കി. അവൻ്റെ നിസ്സഹായ അവസ്ഥയെ മനസ്സിലാക്കി സായി അവനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് മുത്തുവിനെ നോക്കി. ഞങ്ങളെ ഒന്ന് രക്ഷിക്കളിയായി എന്ന ലുക്കിൽ. ജാനുവിൻ്റെ നിറമിഴികൾ ആദിയുടെ മിഴികളിൽ മാത്രമായിരുന്നു. അവൻ്റെ വാക്കുകളായിരുന്നു അവൾക്ക് കേൾക്കേണ്ടത്. അതറിഞ്ഞെന്ന പോലെ അവൻ അവളിൽ നിന്ന് മിഴികൾ പിൻവലിച്ചു. അത് മുത്ത് എന്തോ പറയാനായി ഒരുങ്ങിയതും അതെങ്ങനെ ശരിയാകും എന്ന് മറ്റൊരു ഗംഭീരം നിറഞ്ഞ സ്ത്രീ ശബ്ദം അവിടെ ഉയർന്നു. കോൺഫറൻസ് ഹാളിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നയാളെ കാണി ഇരുന്നിടത്തു നിന്നും മുത്തു അടക്കം എല്ലാവരും ചാടി എഴുന്നേറ്റു. ചിത്രാമ്മ, ആരുവിൻ്റെ നാവിൽ നിന്നും നേർത്ത ശബ്ദത്തിൽ കേട്ടു. അത് കേൾക്കെ ജാനു ആരുവിനെ നോക്കി. പുള്ളിക്കാരി കിടുങ്ങി നിൽക്കുവാണ്. അവളെ ചുറ്റും നോക്കി. ആദിക്കൊഴികെ എല്ലാവർക്കും ഏകദേശം ആരുവിൻ്റെ അതേ ഭാവം തന്നെയായിരുന്നു. അല്ലേലും രാവണന് പേടിയോ? നോ, നെവർ. ചിത്രാമ്മ നേരെ വന്ന് സിംഗിൾ സോഫയിലിരുന്നു. ഇരിക്കുക എല്ലാവരും. ചിത്രാമ്മയുടെ വാക്ക് കേട്ട് പതിയെ എല്ലാവരും ഇരുന്നു. സുരേഷിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവമായിരുന്നു. തൻ്റെ തോൽവി മുന്നിൽ കണ്ടതുപോലെ റാണിയുടെയും അച്ചുവിൻ്റെയും മുഖത്തും ഇഷ്ടക്കേട് തെളിഞ്ഞു കാണാം. എന്നാൽ അതിനു മുകളിൽ ഭയവും. ജാനു ചിത്രയെ തന്നെ നോക്കി. കാഴ്ചയിൽ അധികം പ്രായം തോന്നുന്നില്ല. പൊൻകതിരിൻ്റെ നിറമാണ്. ഒരു പിങ്ക് പട്ട് സാരി വൺ സൈഡായിട്ടിരിക്കുന്നു. അലക്ഷ്യമായാണ് സാരിയുടെ ഞൊറികൾ എടുത്തിരിക്കുന്നത് എങ്കിലും യാതൊരുവിധ ഭംഗിക്കുറവും ഇല്ലായിരുന്നു. അധികം വണ്ണമില്ലാത്ത എന്നാൽ തീരെ മെലിഞ്ഞതുമല്ലാത്ത പ്രകൃതം. എല്ലാത്തിനും ഉപരി അവരുടെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന പ്രസരിപ്പും ഐശ്വര്യവും ഗാംഭീര്യവും എല്ലാം കൂടെ ഒറ്റ നോട്ടത്തിൽ ബഹുമാനം തോന്നുന്ന ഒരു സ്ത്രീ.
ആരെന്നോ എന്തെന്നോ അറിയില്ല എങ്കിലും തൻ്റെ ഉള്ളിൽ ചിത്രാമ്മയോട് ചെറുഭയത്തോടൊപ്പം ബഹുമാനവും തോന്നുന്നത് ജാനു അറിയുന്നുണ്ടായിരുന്നു. അപ്പം എന്താ തീരുമാനം? ചിത്രയുടെ സ്വരം ആദിക്ക് നേരെ ഉയർന്നു. മൗനമായിരുന്നു ആദിയുടെ പ്രതികരണം. ഇവിടെ മുത്തുവും സായും എല്ലാം കൈവിട്ടു പോയ പോലെ കൈകൾ കോർത്ത് പിടിച്ചു. അത് അവരുടെ... നിർത്ത്! സുരേഷ് പറഞ്ഞു തുടങ്ങിയപ്പോൾ ചിത്രാമ്മയുടെ ശബ്ദം ആ ഹാളിൽ മുഴങ്ങി. ഹാളിൽ കുറച്ചു നേരം മൗനം തളം കെട്ടി. ആദി, നിന്നോടാണ് ഞാൻ ചോദിച്ചത്. ശരി, നിനക്ക് ഉത്തരയില്ലാത്ത സ്ഥിതിക്ക് ഞാൻ പറയാം. ശ്രീനിലയത്തിൽ ഇതുവരെയും ഒരു പെണ്ണിൻ്റെയും കണ്ണുനീരോ ശാപമോ വീണിട്ടില്ല. ഇനിയും അതങ്ങനെ തന്നെ ആയിരിക്കണം. എങ്ങനെയപ്പോ ആയിരുന്നാലും ജാനകി അഗ്നിസാക്ഷിയായി നീ വിവാഹം ചെയ്ത പെൺകുട്ടിയാണ്. കതിർ മണ്ഡപത്തിൽ അഗ്നിക്ക് മുന്നിൽ ചെറുവിരലുകൾ ചേർത്ത് 7 വലം വെച്ചപ്പോൾ പരസ്പരം 7 വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അതിനു മുന്നേ വരെ ഉള്ളത്, അതായത് താലി ചാർത്തിയത്, സിന്ദൂരം അണിയിച്ചത്, അതെല്ലാം മുത്തശ്ശിക്ക് വേണ്ടിയാണെന്ന് നിനക്ക് പറയാം മതി. പക്ഷെ അവളുടെ കൈവിരൽ കോർത്ത് 7 വലം ചുറ്റിയത് നീയാണ്. വാഗ്ദാനങ്ങൾ നൽകിയത് നീയാണ്. അപ്പം നീ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടത് നീയാണ്. അതേസമയം നീ എന്താ കാണിക്കുന്നത്? ഇതെല്ലാം വെറും ഒരു കുട്ടിക്കളിയായി കണ്ട് വിവാഹബന്ധം വേർപ്പെടുത്താനോ? അപ്പം നീ പറഞ്ഞ വാക്കുകളെല്ലാം പാഴ്വാക്കുകളാണോ? എനിക്ക് തോന്നുന്നില്ല. കാരണം നീ ആദിദേവാണ്. എൻ്റെ അറിവിൽ ആദി വെറും വാക്ക് പറയാറില്ല. ചിത്രാമ്മ പറയുന്നത് കേൾക്കെ ഒരു നിമിഷം ജാനയുടെയും മറ്റുള്ളവരുടെയും മുഖം വിടർന്നു. മുത്തുവിൻ്റെ മുഖത്ത് ചിത്രയെ ഓർത്ത് അഭിമാനം നിറഞ്ഞു. ആദിയുടെ മനസ്സിൽ ചിത്രയുടെ വാക്കുകൾ ആടി ഉലഞ്ഞു. ഒരു കടമ നിർവഹിക്കാൻ താൻ മറ്റൊന്ന് മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചു. മാളുവിൻ്റെ നീതി താൻ നടപ്പിലാക്കിയേ പറ്റൂ. ഇല്ലേൽ ഈ ജന്മം തനിക്കുള്ളു തുറന്ന് സന്തോഷിക്കാൻ പറ്റില്ല. പക്ഷേ ജാനു വിവാഹനേരം നിർജീവമായി നിന്നെങ്കിലും അവളും ആഗ്രഹിച്ചു കാണില്ലേ ഞാൻ ചേർത്ത് പിടിക്കണമെന്ന്. പക്ഷേ ഈ നിമിഷം വരെ താൻ അവളോടൊന്ന് സംസാരിച്ചു കൂടിയില്ലെന്നോർക്കെ അവന് വല്ലാത്ത ദേഷ്യം തോന്നി. വയ്യ, അവൾ എൻ്റെ പ്രണയമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് എൻ്റെ നെഞ്ചോട് ചേർക്കാൻ തോന്നുന്നു. പക്ഷേ പാടില്ല. അങ്ങനെ ചെയ്ത ഒരു പക്ഷേ അവളും എനിക്ക് തീരാ നഷ്ടമാകും. കഴിയില്ല. എൻ്റെ കയ്യിൽ കൈകോർത്ത പെണ്ണിനെ എൻ്റെ പ്രണയത്തെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല. എനിക്കങ്ങനെ സംഭവിച്ച ആദിദേവ് പൂർണ്ണമായും തകരും. ഒരു ഭ്രാന്തനായി മാറും. അതെ, ഈ വിരഹം അവൾക്ക് വേണ്ടിയാണ്. അവളുടെ ജീവന് വേണ്ടിയാണ്. അത് അനുഭവിച്ചേ തീരൂ. ചിത്രാമ്മ എന്തായിരിക്കും പറയാൻ പോകുന്നേ? ജാനയെ ഇവിടെ നിർത്തണമെന്നോ അതോ? എൻ്റെ മറുപടി പ്രതീക്ഷിച്ചാണ് എല്ലാം എന്നറിയാം. പക്ഷേ ഇവിടെ മൗനം പാലിച്ചേ മതിയാകൂ. ചിന്തിച്ചുകൊണ്ട് ആദ്യ ചിത്രയെ നോക്കി. അപ്പോൾ നിനക്ക് ജാനകിയെ സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് തീരുമാനമല്ലേ? ചിത്രാമ്മ ചോദിച്ചപ്പോൾ ഞെട്ടിപ്പിടഞ്ഞ ആദി ജാനകിയെ നോക്കി. അതേ നിമിഷം തന്നെ അവളും അവനെ നോക്കി ദയനീയതയോടെ. മുത്തുവും സായിയും പെട്ടു എന്ന ഭാവത്തിൽ നിന്നു. മിസ്റ്റർ വർമ്മയ്ക്ക് നിസ്സംഗത. അതല്ലേലും അങ്ങേർ പാവമല്ലേ? കീ കൊടുത്താൽ ചലിക്കുന്ന പാവ. ഐഷുവിൻ്റെ മുഖത്ത് വേദനയാണിൽ ആരുവല്ലയ്ക്കയും ആദിയെ നോക്കി പേടിപ്പിക്കുന്നു. നെഗറ്റീവ് ഫാമിലി ഫുൾ ഹാപ്പി. തൻ്റെ ലക്ഷ്യം നടക്കാൻ പോകുന്ന പോലെ ആയിരുന്നു സുരേഷിന് തോന്നിയത്. അപ്പം നിന്റെ തീരുമാനം അതാണേലേ ഈ നിമിഷമെല്ലാം ഉപേക്ഷിച്ച് എന്നേക്കുമായി ജാനകി ഇവിടെ നിന്ന് പോകണം. ചിത്രാമ്മയുടെ വാക്കുകൾ എല്ലാവരിലും വിസ്ഫോടനം തീർത്തു. ആർക്കും അവരെ എതിർക്കാൻ കഴിയില്ലായിരുന്നു. ആദിയുടെ മിഴികൾ തൻ്റെ നിസ്സഹായതയോർത്ത് കലങ്ങി. അവൻ സായിയുടെ കൈകൾ മുറുക്കെ പിടിച്ചു. അച്ചുവിൻ്റെ മുഖത്ത് പൂനിലാവുദിച്ചു. ഇല്ല, ഇത് തടഞ്ഞേ മതിയാകൂ. പക്ഷേ എങ്ങനെ? മുത്തുവും സായിയും മുഖത്തോട് മുഖം നോക്കി. ദേ രാവണ, എന്നെ തനിച്ചാകുകയാണോ? ചേർത്ത് പിടിച്ച് തള്ളിക്കളയുകയാണോ? സഹിക്കുന്നില്ലത്. പക്ഷേ നിനക്ക് വേണ്ടി ഏത് വിധിയും ഞാൻ സ്വീകരിച്ചോളാം. അറിയില്ല എപ്പോഴാണ് എന്നാണ്, ഒന്നും അറിയില്ല. പക്ഷേ എപ്പോഴൊക്കെയോ ഈ രാവണൻ എൻ്റെ ഉള്ളിൽ പതിഞ്ഞു പോയി. പ്രണയമാണ് എനിക്ക് രാവണ. ഉള്ളിൽ നിറഞ്ഞ പ്രണയമാണ് എനിക്ക് നിന്നോട്. പക്ഷേ ഞാനോ എൻ്റെ പ്രണയമോ നിനക്കൊരിക്കലും ഒരു ഭാരമാകില്ല. ജാനുവിൻ്റെ നിറമിഴികൾ ആദിയോട് പറയാതെ പറഞ്ഞു. അതവനെ കൊല്ലാതെ കൊല്ലുന്നുണ്ടായിരുന്നു. ശരി, അങ്ങനെ തന്നെ നടക്കട്ടെ. 1/2 മണിക്കൂറിനകം വക്കീൽ വരും. ഇരുവരും ഡിവോഴ്സിന് തയ്യാറാകുക. ചിത്രാമ്മയുടെ വാക്കുകൾ അവരുടെ ഉള്ളിൽ വെള്ളിടി വെട്ടിയ പോലെ. സുരേഷും കുടുംബവും ഉള്ളാലെ ചിരിച്ചു. ഇത്ര പെട്ടെന്ന് നീക്കുപോക്കുണ്ടാകുമെന്ന് ചിന്തിച്ചു കാണില്ല. ഇനി എന്തേലും ചെയ്യണമെങ്കിൽ ആദ്യം പറയണം.
പക്ഷേ അവൻ്റെ മൗനം പാടെ തളർത്തി എല്ലാവരെയും. അന്നേരം കാലം തെറ്റി മഴ പെയ്തു. ശക്തമായി പെയ്തു. ആർത്തലച്ചുകൊണ്ട് ഇടിമിന്നൽ പിണർപ്പുകൾ ഭൂമിയിലേക്ക് പതിഞ്ഞു. ജാനിയുടെ കണ്ണീരിൽ പ്രകൃതി പോലും താണ്ഡവമാടുന്ന പോലെ.